ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ മാത്രം എക്സ്ക്ലൂസീവ് ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് മോഡ്യൂൾ 7 പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക് DC മോട്ടോഴ്സ് ആണ്. ഓക്കെ, മോട്ടോർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് മോട്ടോർ എന്ന് പറയുന്നത്. അപ്പം DC മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്കും DC സപ്ലൈ കൊടുത്ത് DC ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് DC മോട്ടോർ. സോ ഡയറക്ട് കറന്റ് മോട്ടോർ ഓൾമോസ്റ്റ് കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിലും ഈ പറയുന്ന പാർട്സ് നോക്കുവാണെങ്കിലും ഒക്കെ ജനറേറ്ററിന്റെ സിമിലർ തന്നെയാണ് DC മോട്ടറും. പക്ഷേ ഇലക്ട്രിക്കലി നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പം ജനറേറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. പക്ഷേ മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇലക്ട്രിക്കൽ എനർജിയാണ് ഇൻപുട്ട്, മെക്കാനിക്കൽ എനർജി ആയിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, ഇനി മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. DC മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് അത് കാരണം ഈ കണ്ടക്ടറിന് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. സോ അതാണ് DC മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. When a current carrying conductor is placed in a magnetic field, it experiences a torque, and due to this torque, the motor shows a tendency to move. ഓക്കെ, അപ്പൊ ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു, ആ സമയത്ത് അതൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആൻഡ് അത് കാരണം ആ കണ്ടക്ടർ മൂവ് ചെയ്യാനൊരു ടെൻഡൻസി കാണിക്കുന്നു. ഇനി മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക്കൽ ഫീൽഡും ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, ആൻഡ് ഈ ആക്ഷനെയാണ് മോട്ടറിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമ്മൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ. നമ്മള് ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ്, ഫോർഫിംഗർ, മിഡിൽ ഫിംഗർ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന അല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പോ മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഫോർ ഫിംഗർ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുവെങ്കിൽ തമ്പ് വിൽ ഇൻഡിക്കേറ്റ് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി കണ്ടക്ടർ. അല്ലെങ്കിൽ തമ്പ് റിപ്രസെന്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെയാണ് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പൊ ഫോർ ഫിംഗർ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, മിഡിൽ ഫിംഗർ കറന്റ് ഫ്ലോ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുവെങ്കിൽ തമ്പ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? തമ്പ് റിപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ് ബൈ ദി ഷാഫ്റ്റ്. അപ്പം ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫോർ ഫിംഗർ ആണ്, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് are extended mutually perpendicular to each other. Index finger indicates the direction of magnetic field. Middle finger, if it indicates the direction of current, then thumb represents the direction in which force is experienced, അല്ലെങ്കിൽ direction of rotation of the conductor. അപ്പോൾ ഇതാണ് Fleming's left hand rule.
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ DC മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അതേസമയം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ജനറേറ്ററിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അത് ജനറേറ്ററിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂളിന് പറയുന്ന പേര് മോട്ടറിംഗ് റൂൾ എന്നും പറയപ്പെടാം. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കാൻ കേട്ടോ, മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് റൂൾ അനുസരിച്ചാണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഉള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബാക്ക് EMF. അപ്പൊ ബാക്ക് EMF എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മള് നേരത്തെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DC മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇന്ററാക്ഷൻ കാരണമാണ് മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊഡ്യൂസ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ മാത്രം എക്സ്ക്ലൂസീവ് ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലും ചെയ്യുന്നു. ആ ഫോഴ്സ് കാരണം റോട്ടർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഇനി പാർട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏതൊരു മോട്ടറിനെ പോലെയും ഒരു സ്റ്റേഷനറി പാർട്ട് ഉണ്ടായിരിക്കും, റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഫീൽഡ് സ്റ്റേറ്ററും ആർമേച്ചർ റൊട്ടേറ്റിംഗുമാണ്. ഫീൽഡാണ് സ്റ്റേറ്റർ, ആർമേച്ചർ റൊട്ടേറ്റിംഗ്. ഓക്കെ, ഇനി ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ആർമേച്ചർ കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യും. ഓക്കെ, അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു രണ്ട് പാർട്സ് ആണുള്ളത്. വൺ ഈസ് ദി സ്റ്റേറ്റർ. Two main parts of a DC motor is stator and rotor. Stator ഉണ്ട്, and the second part എന്ന് പറയുന്നത് rotor ആണ്. അപ്പൊ സ്റ്റേറ്റർ സ്റ്റേഷനറി പാർട്ടും റോട്ടർ റൊട്ടേറ്റിംഗ് പാർട്ടുമാണ്. ഓക്കെ, ആൻഡ് DC മോട്ടറിൽ ഫീൽഡ് ആണ് സ്റ്റേറ്റർ. ഫീൽഡ് വൈൻഡിങ്സ് അല്ലെങ്കിൽ ഫീൽഡ് റിപ്രസെന്റ്സ് ദ സ്റ്റേറ്റർ. ആൻഡ് റോട്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ഇവിടെ ആർമേച്ചർ ആണ് റൊട്ടേറ്റിംഗ്. ഓക്കെ, ആർമേച്ചർ ആണ് റൊട്ടേറ്റിംഗ്. അപ്പോ നേരത്തെ നമ്മള് പ്രിൻസിപ്പളിൽ നമ്മൾ എന്താ പറഞ്ഞത്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അല്ലെ? അപ്പോ അത് കാരണം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്താണ്? ഈ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു. ഇത് കാരണം ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ എന്ത് സംഭവിക്കുന്നു? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യും. EMF ഇൻഡ്യൂസ്ഡ് വിൽ ബി or it opposes the flow of current. It always opposes the flow of current. And ഈ ഇൻഡ്യൂസ്ഡ് EMF കറന്റ് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് മോട്ടറിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന EMF അല്ലെങ്കിൽ മോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF-നെ പറയുന്ന പേരാണ് ബാക്ക് EMF. ബാക്ക് EMF റിപ്രസെന്റ് ചെയ്യുന്നത് EB എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പൊ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഈ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു. അത് കാരണം ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ EMF കറന്റ് ഫ്ലോയിനെ എപ്പോഴും ഒപ്പോസ് ചെയ്യുന്നു. അത് കാരണം ഈ EMF-നെ പറയുന്ന പേര് ബാക്ക് EMF, റിപ്രസെന്റ് ചെയ്യുന്നത് EB. ഓക്കെ, ആൻഡ് EB ബാക്ക് EMF കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്: 5ZNP ഡിവൈഡഡ് ബൈ 60 × A. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നോക്കാം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബാക്ക് EMF which opposes the supply voltage. Okay, EMF which opposes the supply voltage is called as back EMF. Back EMF എപ്പോഴും സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നു. ഇനി ഇത് ഒരു DC മോട്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ്.
ബി എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ്, റെസിസ്റ്റൻസ് ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് RA, IA എന്ന് പറയുന്ന ആർമേച്ചർ കറണ്ട്, ആൻഡ് EB എന്ന് പറയുന്നത് ബാക്ക് EMF. ഓക്കെ, അതാണ് ഇതിൽ റീപ്രസെന്റ് ചെയ്തിരിക്കുന്ന ടേംസ്. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ആർമേച്ചറിന് അക്രോസ് ആയിട്ട് ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ആർമേച്ചർ കറണ്ട് ബ്രഷസ് വഴി ഫ്ലോ ചെയ്യുന്നു. അത് കാരണം ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ടോർക്ക് കാരണമാണ് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു. സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും ആർമേച്ചർ വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ടോർക്ക് കാരണം മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്തായാലും കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ട് ക്യാരി ചെയ്യുന്നു, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ EMF സപ്ലൈ വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് അതിന് പറയുന്ന പേരാണ് ബാക്ക് EMF. ഓക്കെ, അപ്പം ഇവിടെ ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ ബാക്ക് EMF ഇതിന് ഓപ്പോസിറ്റ് ആണ്, കാരണം ഇത് സപ്ലൈ വോൾട്ടേജിനെ കൗണ്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്നു. അത് കാരണമാണ് അതിന് ബാക്ക് EMF എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ട് കിർച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് ഇക്വേഷൻ എഴുതാം. അപ്പൊ സപ്ലൈ വോൾട്ടേജ് V കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്തായിരിക്കും? V ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ വന്നാൽ ഇവിടെ ഇപ്പം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പം EB പ്ലസ് ഈ ആർമേച്ചർ EB പ്ലസ് IA ഇൻറ്റു RA ആയിരിക്കും. ഓക്കെ, V ഈസ് ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു RA. അപ്പം ഇതാണ് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് DC മോട്ടർ. ഇതൊന്ന് ഓർമ്മിച്ചു വയ്ക്കണം. V ഈസ് ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു RA. V എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ്, EB എന്ന് പറയുന്നത് ബാക്ക് EMF, IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട്, IA എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട്, ആൻഡ് RA എന്ന് പറയുന്നത് ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് IARA കണ്ടുപിടിക്കാം. ഇത് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസിനെയാണ് IARA എന്ന് എടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് IARA നമുക്ക് എങ്ങനെ എഴുതാം? EB പതിയെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോ IARA is equal to V minus EB എന്ന് കിട്ടും. സോ ദ ഇക്വേഷൻ is IARA is equal to V minus EB. ഓക്കെ, ഇനി നമുക്ക് EMF ഇക്വേഷൻ നോക്കാം. ഇവിടെ EMFന് പറയുന്ന പേരെന്താ? ബാക്ക് EMF. അപ്പൊ P ടോട്ടൽ നമ്പർ ഓഫ് പോൾസിനെ റീപ്രസെന്റ് ചെയ്യുന്നു. ഫ്ലക്സ് പെർ പോൾ 5 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z. A എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പാത്ത്, N എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി മോട്ടർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ഇക്വേഷൻ ആണ് ബാക്ക് EMF എന്ന് പറയുന്നത് EB ഈക്വൽ ടു 5ZNP ഡിവൈഡ് ബൈ 60A. 5 എന്ന് പറയുന്ന ഫ്ലക്സ് പെർ പോൾ, Z നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, N ഈസ് ദ സ്പീഡ് ഓഫ് ദി മോട്ടർ ഇൻ RPM ആണ്. സ്പീഡ് ഓഫ് ദി മോട്ടർ യൂഷ്വലി സ്പീഡ് ഈസ് ടേക്കൺ ഇൻ RPM. Capital N എന്ന് പറയുമ്പോൾ സ്പീഡ് ഇൻ RPM. P is the total number of poles divided by 60 into A. A എന്ന് പറയുന്നത് എത്ര പാരലൽ പാത്ത് ഉണ്ടോ അതാണ് A എന്ന ലെറ്റർ ഉപയോഗിച്ച് റീപ്രസെന്റ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ DC മെഷീൻസിൽ 2 ടൈപ്പ് ഓഫ് വൈൻഡിങ്സ് ഉണ്ട്. അതും കൂടെ ഞാൻ സ്ലൈഡ് ഇട്ടിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു തരാം. 2 ടൈപ്പ് ഓഫ് വൈൻഡിങ് ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ലാപ്പ് വൈൻഡിങ് ആണ്, ലാപ്പ് വൈൻഡിങ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വേവ് വൈൻഡിങ്. ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും ആണ് 2 ടൈപ്സ് ഓഫ് വൈൻഡിങ്സ്, ആർമേച്ചർ വൈൻഡിങ്സ്. ഇനി ലാപ്പ് വൈൻഡിങ്ങിന് നമ്പർ ഓഫ് പാരലൽ പാത്ത്, എത്ര പാരലൽ പാത്ത് ഉണ്ട് എന്നുള്ളത്. ലാപ്പ് വൈൻഡിങ്, in lap winding number of parallel path is equal to number of poles. ഓക്കെ, ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ലാപ്പ് വൈൻഡിങ്ങില് നമ്പർ ഓഫ് പാരലൽ പാത്ത് എപ്പോഴും നമ്പർ ഓഫ് പോൾസിന് ഈക്വലന്റ് ആയിരിക്കും. അതേസമയം വേവ് വൈൻഡിങ്ങിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് പാരലൽ പാത്ത് A will be equal to 2. ഓക്കെ, എപ്പോഴും 2 പാരലൽ പാത്തേ വേവ് വൈൻഡിങ്ങിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഇതെന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ് ആണ്. എന്തൊക്കെയാണുള്ളത്? ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും. അപ്പൊ ലാപ്പ് വൈൻഡിങ്ങിന് നമ്പർ ഓഫ് പാരലൽ പാത്ത് A ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. ഇപ്പം ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് P ഈസ് ഈക്വൽ ടു 6 ആണെന്ന് വിചാരിക്കുക. ഒരു മെഷീൻ തന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് 6 ആണെങ്കിൽ പാരലൽ പാത്ത് എന്ന് പറയുന്നത് 6 തന്നെയാണ്. വേവ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് 6 ആണെങ്കിൽ A എന്തെന്ന് ഇടണം? എപ്പോഴും നമ്പർ ഓഫ് പാരലൽ പാത്ത് 2 ആയിരിക്കും. ഓക്കെ, വേവ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് A എപ്പോഴും ഈക്വൽ ടു 2 ഇൻ വേവ് വൈൻഡിങ്. ലാപ്പ് വൈൻഡിങ്ങിൽ A will be equal to P ആണ്. അപ്പം ഈ ഒരു പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഈ പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇത് വൈൻഡിങ്സ്, ടൈപ്പ് ഓഫ് വൈൻഡിങ്സ് ഇൻ DC motor. 2 types of windings in DC motor. They are
ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ്. ഓക്കെ, അപ്പം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പാരലൽ പാത്ത് ആൻഡ് പോൾസ് വെച്ചിട്ടാണ്. കാരണം ഇതുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് വൈൻഡിങ് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ബാക്ക് EMF ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഈ ഫോർമുലയിൽ നിന്ന് എന്താണ് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ബാക്ക് EMF എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്, proportional to total number of conductors. It is directly proportional to speed and directly proportional to number of poles. Okay, അപ്പം ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം back EMF is always directly proportional to the speed of the machine. ഓക്കെ, അപ്പം ഡയറക്ട് കറന്റ് മെഷീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് EMF ജനറേറ്റ് ചെയ്യുന്നു. ആ ബാക്ക് EMFന്റെ ഫോർമുലയാണ് ഇവിടെ പറഞ്ഞത്. ഇനി വേറൊരു രീതിയിലും നമുക്ക് ബാക്ക് EMF കണ്ടുപിടിക്കാം. നേരത്തെ നമ്മളൊരു ഫോർമുല പറഞ്ഞു, V is equal to EB plus IAR. അതിൽ നിന്നും നമുക്ക് ബാക്ക് EMF കണ്ടുപിടിക്കാം. EB നെ എങ്ങനെ എഴുതാം? EB equal to ഈ IAR ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അപ്പോൾ V minus IAR എന്നും നമുക്ക് ബാക്ക് EMF ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയതിൽ വെച്ചിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ക് EMF ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് n. ഓക്കെ, ബാക്ക് EMF ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് n. അപ്പോ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? സ്പീഡ് കുറയും. ലോഡ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീഡ് ഓഫ് ദ മെഷീൻ കുറയും. അപ്പൊ സ്പീഡ് ബാക്ക് EMFന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ബാക്ക് EMF കുറയും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല എന്തായിരുന്നു? V is equal to അല്ലെ, V is equal to EB plus IAR. ഇതിൽ നിന്ന് എന്താണ് V മൈനസ് ഒരു സെക്കൻഡ്, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ V is equal to EB plus IAR അല്ലെ, EB plus IA into R, EB plus IA into R. ഇതിൽ നിന്ന് നമുക്ക് V minus EB എഴുതാം. നേരത്തെ നമ്മൾ എഴുതിയതായിരുന്നു V minus EB. VB ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ V minus EB എന്ന് പറയുന്നത് IA into RA, അതായത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റൻസ്. അപ്പോഴേ ബാക്ക് EMF ഡിക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ V minus EBക്ക് എന്ത് സംഭവിക്കും? ഈ വാല്യൂ കുറയുമ്പോഴത്തേക്കും V minus EB എന്ന് പറയുന്ന ഈ ടോട്ടൽ ടേം ഉണ്ടല്ലോ അത് കൂടും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പം ബാക്ക് EMF നേരത്തെ നമുക്ക് ഒരു 200 വോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്യാം. വോൾട്ടേജ് 220 വോൾട്ട് ആണ്, വോൾട്ടേജ് 220 വോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനിഷ്യൽ ബാക്ക് EMF 210 എന്ന് വിചാരിക്കാം. അപ്പോ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് എത്ര വരും? 220 മൈനസ് 210 എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് 10 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 10 വോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ബാക്ക് EMF കുറയുന്നു അല്ലെ, ലോഡ് കൂടുന്നതിനനുസരിച്ച് ബാക്ക് EMF കുറയുന്നു. അപ്പൊ ബാക്ക് EMFന് ഇപ്പം ലോഡ് കൂടുന്ന സമയത്ത് ബാക്ക് EMF 200 എന്ന് വിചാരിക്കാം. 200 നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ V മൈനസ് EB എത്ര വരും? V 220 ആണ്. അപ്പൊ 220 മൈനസ് ബാക്ക് EMF ഇവിടെ കുറയുവാണ്, 210ൽ നിന്ന് 200ലോട്ട് കുറയുവാണ്. അപ്പൊ V മൈനസ് EB എന്ന് പറയുന്ന ടേം എത്രയായിട്ട് മാറും? 20 വോൾട്ട് എന്ന് മാറും. അതായത് ബാക്ക് EMF കുറയുന്നതിനനുസരിച്ച് ഈ ഒരു ടേം V മൈനസ് EB എന്ന് പറയുന്ന ടേം കൂടും. ഓക്കെ, അപ്പൊ ആർമേച്ചർ കറണ്ട് കൂടും, അത് കാരണം ടോർക്ക് കൂടും, അതിനനുസരിച്ച് സ്പീഡ് ഈ വേരിയേഷൻ വരുമ്പോഴത്തേക്കും സ്പീഡ് കൂടും. ഓക്കെ, അപ്പോ വേരിയബിൾ ലോഡ് കണ്ടീഷനിലും DC മോട്ടോർ ഓൾമോസ്റ്റ് സെയിം സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കോൺസ്റ്റന്റ് സ്പീഡ് എപ്പോഴും DC മോട്ടോർ മെയിൻറ്റെയിൻ ചെയ്യും. കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയില്ല, DC മോട്ടോർ എന്നല്ല, പൊതുവെ നമ്മൾ ഷണ്ട് മോട്ടറിനാണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ DC മോട്ടോർ ഓൾമോസ്റ്റ് ഒരു സെയിം സ്പീഡ് വേരിയബിൾ ലോഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടങ്ങ് പോകും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ആ വോൾട്ടേജ് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് ഇവിടെ എന്താണ് കറണ്ട് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ വോൾട്ടേജ് ഇക്വേഷൻ, നേരത്തെ വോൾട്ടേജ് ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ V മൈനസ് EB ഈസ് ഈക്വൽ ടു IARA. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്പിന്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി. ഇതിൽ നിന്ന് IA കണ്ടുപിടിച്ചിരിക്കുകയാണ്. IA എന്തായിരിക്കും? IA ഈസ് ഈക്വൽ ടു V മൈനസ് EB ഡിവൈഡഡ് ബൈ RA. RA ഇപ്പുറത്തോട്ട് പോകും. ഓക്കെ, അപ്പൊ IA എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? V മൈനസ് EB ഡിവൈഡഡ് ബൈ RA. ഈ ഒരു ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് ആർമേച്ചർ കറന്റ്. ആ ഇക്വേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. IA ഈസ് ഈക്വൽ ടു V മൈനസ് EB ഡിവൈഡഡ് ബൈ RA. ഇനി നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം.
അപ്പൊ മെഷീൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് സ്പീഡ് ഒന്നും കാണില്ലല്ലോ, മെഷീൻ റൺ ചെയ്യുന്നില്ല. അപ്പൊ സ്പീഡ് ഓഫ് ദ മെഷീൻ n എന്ന് പറയുന്നത് 0 ആണ്. അതിനനുസരിച്ച് ബാക്ക് ഇ എം എഫും 0 ആയിരിക്കും. കാരണം EB ഈസ് ഈക്വൽ ടു P5NZ ഡിവൈഡ് ബൈ 60A. അപ്പൊ ബാക്ക് ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോ സ്പീഡ് 0 ആയിരിക്കുന്ന സമയത്ത് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സ്റ്റാർട്ടിങ് ബാക്ക് ഇ എം എഫ് എന്തായിരിക്കും? ബാക്ക് ഇ എം എഫും 0 ആയിരിക്കും. ഓക്കെ, ബാക്ക് ഇ എം എഫ് 0. അപ്പം ഈ ഒരു ടേം 0 ആയിട്ട് മാറുന്നുണ്ടല്ലോ, ഈ ഒരു ടേം 0 ആയിട്ട് മാറും. അപ്പൊ IA ആർമേച്ചർ കറണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? V ഡിവൈഡഡ് ബൈ RA എന്ന് എഴുതാം. പൊതുവെ മോട്ടറിന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് വാല്യൂ വളരെ കുറവാണ്. അപ്പോ വോൾട്ടേജ് നോർമലി അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് നമുക്കൊരു 220 വോൾട്ട് എന്ന് എടുക്കാം. 220 വോൾട്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. നമുക്ക് 0.1 എന്ന് അസ്യൂം ചെയ്യാം. അത്രയ്ക്കും കുറവ്, 0.1 to 0.5 വരെയൊക്കെ ആവാം. അത്രേ ഉള്ളൂ ആർമേച്ചർ റെസിസ്റ്റൻസ്. അപ്പൊ 220 ഡിവൈഡ് ബൈ 0.1 നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? 220 ഡിവൈഡ് ബൈ 0.1 2200 ആംപിയർ എന്ന് വരും. അപ്പൊ നോക്കിക്കേ എത്രമാത്രം വലിയ കറണ്ടാ ഫ്ലോ ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് സമയത്ത്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് സമയത്ത് സ്പീഡ് 0, അത് കാരണം ബാക്ക് ഇ എം എഫ് 0. സോ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർമേച്ചർ റെസിസ്റ്റൻസ്. ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് ദ മെഷീൻ വളരെ കുറവാണ്. സോ IA എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ RA ആകുന്നു. അപ്പൊ RA സ്മോൾ ആയതുകൊണ്ട് വളരെ വലിയൊരു കറണ്ട് ആയിരിക്കും ഇനിഷ്യലി മെഷീൻ വഴി ഫ്ലോ ചെയ്യുന്നത്. അപ്പോ ബാക്ക് ഇ എം എഫ് ഇല്ലാതിരിക്കുന്ന സമയത്ത് വെരി ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ആയിരിക്കും മോട്ടറിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വളരെ കൂടുതൽ വാല്യൂ ആയിട്ടുള്ള ഒരു കറണ്ട് അല്ലെങ്കിൽ വളരെ വലിയൊരു കറണ്ട് മെഷീൻ വഴി ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും മെഷീൻ എന്ത് സംഭവിക്കും? ഡാമേജ് സംഭവിക്കും. അത് പ്രിവെന്റ് ചെയ്യാനാണ് സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പർപ്പസിലേക്കായിട്ട് ആ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ മിനിമൈസ് ചെയ്യാൻ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം സ്റ്റാർട്ടർ എന്ന് പറയുന്നത് കറണ്ടിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ റെസിസ്റ്റൻസ് ആണ് കൂട്ടുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് ആണ് കൂട്ടുന്നത്. ഇനി മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റാർട്ടർ ഉപയോഗിച്ചു, സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇനിഷ്യൽ കറണ്ടിനെ നമ്മൾ സപ്രസ് ചെയ്തു, മെഷീനെ സ്റ്റാർട്ട് ചെയ്തു, മെഷീൻ സ്റ്റാർട്ടായി റൊട്ടേറ്റ് ചെയ്യുന്നു. മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ഇ എം എഫ് ജനറേറ്റ് ചെയ്യും അല്ലെ. സ്പീഡ് ഗെയിൻ ചെയ്യുന്നു, അതിനനുസരിച്ച് ബാക്ക് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു. ഗ്രാജുവൽ ആയിട്ട് കറണ്ട് ഡിക്രീസ് ചെയ്യും, മോട്ടോർ സ്പീഡ് പിക്കപ്പ് ചെയ്യും. ഇതാണ് ജനറൽ പ്രൊസീജിയർ. ഇനി നമ്മൾ അഗെയിൻ ഒരു റിലേഷൻ നോക്കുകയാണ്. സ്പീഡ്, ബാക്ക് ഇ എം എഫ്, ഫ്ലക്സ് ഇവയുടെ റിലേഷൻ നോക്കുകയാണ്. റിലേഷൻസ് ഒക്കെ ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ബാക്ക് ഇ എം എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കുറെ ഓപ്ഷൻസ് തരും, അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിക്കാം. അപ്പം നമ്മൾ നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് ബാക്ക് ഇ എം എഫ് ഈസ് ഈക്വൽ ടു V മൈനസ് IARA. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു EB പ്ലസ് IARA. ആ IARA ഇപ്പുറത്തോട്ട് പോകുമ്പോൾ EB ഈക്വൽ ടു V മൈനസ് IARA എന്ന് എഴുതാം. പക്ഷേ ബാക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താ? P5NZ ഡിവൈഡഡ് ബൈ 60 into A. അപ്പോ P5NZ ഡിവൈഡ് ബൈ 60 into A ഈസ് ഈക്വൽ ടു V മൈനസ് IARA എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് സ്പീഡിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ സ്പീഡ് എന്തായിരിക്കും? ഈ V മൈനസ് IARA ഇൻറ്റു 60A ഇത് മേലോട്ട് പോകും. അപ്പൊ 60A ഡിവൈഡഡ് ബൈ ബാക്കി ടേംസ് എന്താ? 5ZP. ഓക്കെ, അപ്പം ഇതാണ് സ്പീഡിന്റെ ഇക്വേഷൻ. N ഈസ് ഈക്വൽ ടു V മൈനസ് IARA ഇൻറ്റു ഈ 60A ഇപ്പുറത്തോട്ട് പോകുന്നു ഡിവൈഡ് ബൈ 5ZP. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ മെഷീൻ എടുക്കുകയാണ്, ഒരു DC മോട്ടർ എടുക്കുകയാണ്. അപ്പൊ മോട്ടറിന്റെ ഫ്ലക്സ് വേരിയബിൾ ആണ്. 60 എന്ന് പറയുന്ന ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്. പാരൽ പാത്ത് A എന്ന് പറയുന്ന പാരൽ പാത്ത് കോൺസ്റ്റന്റ് ആണ്. Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, അത് കോൺസ്റ്റന്റ് ആണ്. പോൾസ്, ഇപ്പൊ 4 പോൾ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡിൽ ഓടിയാലും എത്ര ലോഡ് കൊടുത്താലും പോള് 4 തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ ഈ 60 ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് വാല്യൂ, നമ്പർ ഓഫ് പാരൽ പാത്ത്, ടോട്ടൽ കണ്ടക്ടേഴ്സ് ആൻഡ് പോൾസ്, ഇത്രയും കോൺസ്റ്റന്റ്സ് ആണ്. അപ്പം ഈ കോൺസ്റ്റന്റ്സിനെ എല്ലാം നമ്മൾ ഒരു സിംഗിൾ ലെറ്റർ K ഉപയോഗിച്ച് റീപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ K എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 60A ഡിവൈഡഡ് ബൈ ZP. അപ്പൊ K ഈസ് ഈക്വൽ ടു 60A ഡിവൈഡ് ബൈ ZP. അതിനെ ജസ്റ്റ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ ഇവിടെ തന്നെ എഴുതാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് പോവാം. അപ്പൊ V മൈനസ് IARA അല്ലെ, V മൈനസ് IARA ഡിവൈഡഡ് ബൈ ഫ്ലക്സ് 5.
ബാക്കി എല്ലാ ടേമും എന്താണ്? കോൺസ്റ്റന്റ് കെ. കെയിലോട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി വി മൈനസ് ഐ ആർ എന്താ? ഇ ബി അല്ലേ? വി മൈനസ് ഐ ആർ എന്ന് പറയുന്നത് ഇ ബി. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സ്പീഡ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ബാക്ക് എം ഓഫ് ഇ ബി ഡിവൈഡ് ബൈ ഫ്ലക്സ് ഫൈ. അപ്പം ഇതും സ്പീഡിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷനും ഓർമ്മിച്ച് വെക്കാം. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അത് കാരണം സ്പീഡിനെ നമുക്ക് പ്രൊപ്പോർഷണൽ സൈൻ യൂസ് ചെയ്ത് റിപ്രസെന്റ് ചെയ്യാം. സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു, മറ്റത് കോൺസ്റ്റന്റ് ആണ്, കെ കോൺസ്റ്റന്റ് ആണ്. സോ ബാക്കി ടേംസിന് നമുക്ക് എഴുതാം സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫൈ. അതായത് സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് എം എഫ് ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഫൈ. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇത് വ്യക്തമാണ്. സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് എം എഫും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സുമാണ്. ഇത് സ്പീഡ് ഇക്വേഷൻ ആണ്. ഈ ഒരു സ്പീഡ് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ്, എങ്ങനെയാണ് ഡി സി മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പോ ആർമേച്ചർ ഉണ്ട്, ഫീൽഡ് ഉണ്ട്. ഐദർ നമ്മൾ ആർമേച്ചറിന്റെ കണക്ഷൻസ് റിവേഴ്സ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഫീൽഡിന്റെ കണക്ഷൻസ് റിവേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോ ആർമേച്ചറിന്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഓഫ് ആർമേച്ചർ കറണ്ട് ചേഞ്ച് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഫീൽഡിന്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഫീൽഡ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവും. അങ്ങനെ നമുക്ക് ഡി സി മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെ റിവേഴ്സ് ചെയ്യും? ഐദർ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ആർമേച്ചർ കറണ്ട്, ഓർ ആണ്, ഐദർ ഓർ ആണ്, രണ്ടില് ഒന്ന്, രണ്ടും ചെയ്യാൻ പാടില്ല. ഇപ്പൊ രണ്ടും ചെയ്താൽ എന്ത് ചെയ്യുന്നു? ആർമേച്ചറും നമ്മൾ മാറ്റി കണക്ട് ചെയ്യുന്നു, ഫീൽഡും റിവേഴ്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഗെയിൻ മോട്ടോർ പഴയ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡി സി മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യാൻ ഐദർ എന്ത് ചെയ്യണം? ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഫീൽഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി സപ്ലൈ വോൾട്ടേജിന്റെ കണക്ഷൻ ഉണ്ടല്ലോ. സപ്ലൈ വോൾട്ടേജിന്റെ കണക്ഷൻ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ നമ്മൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു. മൊത്തത്തിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇൻ ഇഫക്റ്റ് എന്താണ്? ഫീൽഡിന്റെ ഡയറക്ഷനും ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷനും ചേഞ്ച് ആവുന്നു. അപ്പൊ വീണ്ടും മോട്ടോർ എന്ത് ചെയ്യുന്നു? പഴയതുപോലെ പഴയ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഒരു ഡി സി മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐദർ ആർമേച്ചർ റിവേഴ്സ് ടെർമിനൽസ് റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഫീൽഡ് ടെർമിനൽസ് റിവേഴ്സ് ചെയ്യുക. രണ്ടും നമ്മൾ റിവേഴ്സ് ചെയ്താൽ മോട്ടർ പഴയ പോലെ തന്നെ പഴയ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഇനി പൊളാരിറ്റി ആണ്, സപ്ലൈ വോൾട്ടേജിന്റെ പൊളാരിറ്റി ആണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നെങ്കിലോ അപ്പോഴും നേരത്തെ പറഞ്ഞ സെയിം ഇഫക്റ്റ് ആണ്. അതായത് ആർമേച്ചർ ടെർമിനലിന്റെ കണക്ഷനും റിവേഴ്സ്ഡ് ആയി, ഫീൽഡ് ടെർമിനലിന്റെ കണക്ഷനും റിവേഴ്സ്ഡ് ആയി. അങ്ങനെയാണെങ്കിൽ മോട്ടർ എന്ത് ചെയ്യുന്നു? മോട്ടർ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഡയറക്ഷൻ മാറില്ല. അപ്പൊ ഈ പോയിന്റും ഒന്ന് ഓർമ്മിച്ച് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ടോർക്ക് ഇക്വേഷനും നോക്കാം. ടോർക്ക് എന്ന് പറയുന്നത് ടേണിംഗ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ്, അതിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, എന്താണ്, കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ടോർക്ക്. മെക്കാനിക്കൽ ടോർക്ക് ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദി ആർമേച്ചർ ആൻഡ് സ്റ്റേറ്റർ. കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ടോർക്ക്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഒരു ടേണിംഗ് ഓർ ട്വിസ്റ്റിംഗ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ്. ടോർക്ക് യൂഷ്വലി നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സും റേഡിയസ് അറ്റ് വിച്ച് ദി ഫോഴ്സ് ആക്സുമാണ്. പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് റേഡിയസ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ആക്സ്. ടോർക്കിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഇതും ഓർമ്മിച്ച് വെക്കണേ. ടോർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ. അപ്പം ടോർക്കിന് നമുക്ക് ഒരു ഫോർമുല, ടോർക്കിന് റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഫോഴ്സ് ഇൻറ്റു റേഡിയസ്, എഫ് ഇൻറ്റു ആർ. ഇനി വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഇൻ 1 റെവല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് ഡൺ ബൈ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു സർക്കംഫറൻസ്. നമ്മൾ ജസ്റ്റ് മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്കും റൊട്ടേറ്റിംഗ് അല്ലെ, നമുക്കൊരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല സർക്കംഫറൻസ് ആണ്. അപ്പൊ ഫോഴ്സ് ഇൻറ്റു 2πr എന്ന് കിട്ടും. അത് വർക്ക് ഡൺ ആണ്. ഇനി നെറ്റ് പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ എന്താണ്? ഈ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോ അത് കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഇൻറ്റു
circumference into number of revolutions divided by time. Okay, time period, total time taken. അപ്പൊ നമുക്കതിനെ f into 2 pi r into speed n divided by 60. ഓക്കെ, അപ്പോ എഫ് ആർ ടോർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ആർ. ഇനി 2 pi n by 60, ഈ ഒരു ഇക്വേഷനിലെ എഫ് ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എഫ് ഇൻറ്റു ആർ ടോർക്കാണ്. ഇനി 2 pi ബാക്കി വരുന്നത് എന്താ? 2 pi n by 60 അല്ലെ? 2 pi n by 60. 2 pi n by 60 എന്താ? ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പൊ എഫ് ഇൻറ്റു ആർ എന്ന് പറയുന്ന ടോർക്കും 2 pi n by 60 എന്ന് പറയുന്നത് എന്താ? ഒമേഗയുമാണ്, ആംഗുലർ വെലോസിറ്റി ഒമേഗ. അങ്ങനെയാണെങ്കിൽ നെറ്റ് പവർ ഡെവലപ്ഡ് പി എ എങ്ങനെ എഴുതാം? ടോർക്ക് ഇൻറ്റു ഒമേഗ. ഓക്കെ, ടോർക്ക് ഇൻറ്റു ഒമേഗ, അതിന് ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ നമുക്ക് വാട്ട്സിൽ റിപ്രസെന്റ് ചെയ്യാം, വാട്ട്സ് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. അപ്പൊ വാട്ടിന്റെ വേറൊരു യൂണിറ്റ് ആണ് ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം ഇതാണ് ടോർക്ക് ഇക്വേഷൻ. അതിൽ നിന്ന് നമ്മൾ പവർ ഇക്വേഷനിലോട്ട് വന്നു. പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. അപ്പോ ഒമേഗയ്ക്ക് പകരം നമുക്ക് 2 pi n by 60 ഇടാം. അങ്ങനെയാണെങ്കിൽ പവറിന്റെ ഒരു ഇക്വേഷനും കൂടെ എഴുതാം. പവറിന്റെ ഒരു ഇക്വേഷൻ നമ്മളിപ്പോ പറഞ്ഞു, ടോർക്ക് ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞു. ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അപ്പൊ ആംഗുലാർ വെലോസിറ്റി നമ്മൾ എങ്ങനെ എഴുതും? 2 pi n by 60. 2 pi n by 60. അപ്പൊ ടോർക്ക് ഇൻറ്റു 2 pi n by 60. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം. പവറിന്റെ വൺ ഓഫ് ദ ഇക്വേഷൻസ് എന്ന് പറയുന്നത് 2 pi n t ഡിവൈഡഡ് ബൈ 60. ഇതാണ് പവറിന്റെ ഒരു ഇക്വേഷൻ. അപ്പം ഇതും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. പവർ ഈസ് ഈക്വൽ ടു 2 pi n t by 60. അല്ലാന്നുണ്ടെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. ഓക്കെ, അടുത്ത നമുക്ക് ആർമേച്ചർ ടോർക്ക്. ടോർക്ക് ഡെവലപ്ഡ് ഇൻ ദി ആർമേച്ചറിനെയാണ്, ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ടോർക്കിനെയാണ് ആർമേച്ചർ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് വെച്ചിട്ട് ആർമേച്ചർ പവർ എഴുതുന്നു. പവർ ഇൻ ദ ആർമേച്ചർ എന്ന് പറയുന്നത് ടോർക്ക്, ആർമേച്ചർ ടോർക്ക് ഇൻറ്റു ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് 2 pi n by 60. ഓക്കെ, മെക്കാനിക്കൽ പവറിനെയും ഇലക്ട്രിക്കൽ പവറിനെയും ഇക്വേറ്റ് ചെയ്യാണ് നമ്മൾ. ഇപ്പോ ഈ എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ പവർ, കാരണം ഇവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് അല്ലേ വരുന്നത്. ടോർക്കും സ്പീഡും വരുമ്പോഴത്തേക്കും അത് മെക്കാനിക്കൽ ആണ്. ഇലക്ട്രിക്കൽ പവർ എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? ഇലക്ട്രിക്കൽ ടേംസ് എന്ന് പറയുമ്പോൾ വോൾട്ടേജും കറണ്ടും അടങ്ങുന്ന ടേം ആണ് ഇലക്ട്രിക്കൽ ടേം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ പവർ ഈക്വലന്റ് ടു ഇലക്ട്രിക്കൽ പവർ എന്ന് എഴുതാം. ഇലക്ട്രിക്കൽ പവറിനെ ബാക്ക് എംഎഫ് ഇൻറ്റു ആർമേച്ചർ കറണ്ട് എന്ന് എഴുതാം. അപ്പൊ 2 pi n t a by 60 എന്ന് പറയുന്നത് ഇ ബി ഇൻറ്റു ഐ എ. പക്ഷേ ഇ ബി എന്താണ്? P5 NZ ഡിവൈഡ് ബൈ 60 ഇൻറ്റു എ. ഇ ബി എന്ന് പറയുന്നത് P5 NZ ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു എ. അപ്പോ ഈ ഇ ബി എ ഈ ഒരു ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോഴ് ടോർക്ക് ഇൻറ്റു 2 pi n by 60 is equal to P5 NZ divided by 60 into A into IA എന്ന് കിട്ടും. നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ടൊരു ടോർക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ഈ ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് എന്ത് സംഭവിക്കും? രണ്ട് സൈഡിലും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സ്പീഡ് ഉണ്ട്. സ്പീഡ് ക്യാൻസൽ ആയി പോവും. രണ്ടിന്റെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 60 ഉണ്ട്. 60 ക്യാൻസൽ ഔട്ട് ആയി പോവും. അപ്പൊ ബാക്കി ടേംസ് എന്താ? ഇവിടെ നോക്കുമ്പം P5Z IA by A അല്ലെ? പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ഒരു 2 pi ഉണ്ട്. അപ്പൊ 2 piയും ഡിനോമിനേറ്ററിലോട്ട് പോകും. ഓക്കെ, അപ്പോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ ബാക്കി വരുന്ന ടേംസ് എല്ലാം കൂടെ എങ്ങനെ എഴുതാം? ഇതിനെ ടോർക്ക് ഈസ് ഈക്വൽ ടു, ടോർക്കാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ടോർക്ക് ഈസ് ഈക്വൽ ടു, ഓൾറെഡി ഒരു 2 pi ഉണ്ട്. 2 pi ഇവിടെ ഡിനോമിനേറ്ററിലോട്ട് പോകും. നമുക്കത് പിന്നെ എഴുതാം. ഇവിടെ ബാക്കി വരുന്ന ടേംസ് എഴുതിക്കേ. P5 n അല്ല, n ഓൾറെഡി ക്യാൻസൽ ആയി പോയി. അപ്പൊ n ഇല്ല. P5Z ആണ്. P5 ഇൻറ്റു Z P5 ബാക്കി വരുന്നത് Z IA ഡിവൈഡഡ് ബൈ, ഇവിടെ ബാക്കി വന്നത് എ ആയിരുന്നു ഡിനോമിനേറ്ററിൽ. ഇവിടെ ഒരു 2 pi ഉണ്ടായിരുന്നു. ആ 2 piയെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. അപ്പൊ ടോർക്ക് ഇക്വേഷൻ ദാ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. P Z 5IA പുറത്തുണ്ട്. അപ്പൊ PZ
5IA ഡിവൈഡ് ബൈ 2π ഇൻറ്റു എ. ആൻഡ് ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പി കോൺസ്റ്റന്റ് ആണ്, ഇസഡ് കോൺസ്റ്റന്റ് ആണ്, എ കോൺസ്റ്റന്റ് ആണ്, 2π ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് വാല്യൂസിനെ എല്ലാം നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. പി ഇസഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ ഇൻറ്റു എ ഇൻറ്റു ബാക്കി വരുന്നത് എന്തൊക്കെയാ, വേരിയബിൾ ടേംസ് എന്തൊക്കെയാ, ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറന്റ്. ഇത് രണ്ടുമാണ് വേരിയബിൾ ടേംസ്. ഓക്കെ, അപ്പോ പി ഇസഡ് ഡിവൈഡ് ബൈ 2π എ ഇൻറ്റു ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറന്റ്. ഇവിടെ 1/2π ഉണ്ടല്ലോ, 1/2πയുടെ വാല്യൂ ആണ് 0.159. അപ്പോ നമുക്ക് ഈ ഇക്വേഷൻ വീണ്ടും എങ്ങനെ എഴുതാം, 0.159. ഈ വാല്യൂ ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. 0.159 ഇൻറ്റു പി ഇസഡ് ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന പാരലൽ പാത്ത് ആണ്, ഇൻറ്റു ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറന്റ്. ഓക്കെ, ഇതാണ് ആർമേച്ചർ ടോർക്കിന്റെ ഇക്വേഷൻ. ആൻഡ് ഇത് വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദാ ഇത്രയും ടേംസ് ഉണ്ടല്ലോ, 0.159 പി ഇസഡ് ബൈ എ, ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിലോട്ട് ഇക്വേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആഡ് ചെയ്യാം. ടി എ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്, ബാക്കി വരുന്നത് വേരിയബിൾ ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാ, ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറന്റ്. സോ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറന്റ്. ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആൻഡ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറന്റ്. സോ ആർമേച്ചർ ടോർക്ക് അല്ലെങ്കിൽ ജനറലി ടോർക്ക് ഇക്വേഷൻ, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ. ഇനി നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിലും ടോർക്കിന്റെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 9.55, അതായത് ടോർക്ക് ഇസ് ഈക്വൽ ടു 9.55 ഇൻറ്റു പി ബൈ എൻ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് 2π പവർ എന്ന് പറയുന്നത് 2π nt/60 ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾ ടോർക്ക് എഴുതിയത് അല്ലെ. പവർ എന്ന് പറയുന്നത് 2π nt ഡിവൈഡഡ് ബൈ 60. അതിൽ നിന്ന് ടോർക്ക് നമുക്ക് എങ്ങനെ എഴുതാം, ടോർക്ക് എന്ന് പറയുന്നത് പവർ പി ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു n എന്ന് എഴുതാം. ഇവിടെ 60/2π ഉണ്ടല്ലോ, 60/2πന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.55 ആണ്. 60/2π എന്ന് പറയുന്നത് 9.55. ബാക്കി വരുന്ന ടേംസ് എന്തൊക്കെയാ, പവർ ഡിവൈഡഡ് ബൈ സ്പീഡ്. ആൻഡ് നമ്മൾ ആർമേച്ചർ ടോർക്കിന്റെ ഇക്വേഷൻ എഴുതുന്നത്, ആർമേച്ചർ ടോർക്ക് എന്ന് പറയുമ്പോൾ ആർമേച്ചർ പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമേച്ചർ ആയിരിക്കും. പക്ഷെ പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമേച്ചർ പി എ എന്താണ്, ഇ ബി ഇൻറ്റു ഐ എ, ബാക്ക് ഇ എം എഫ് ഇൻറ്റു ആർമേച്ചർ കറന്റ്. സോ ടോർക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള വേറൊരു ഫോർമുല എന്ന് പറയുന്നത് 9.55 ഇ ബി ഐ എ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പൊ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറന്റ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എങ്ങനെ എഴുതാം, ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ഇ ബി ഐ എ ഡിവൈഡഡ് ബൈ എൻ, ഇ ബി ഇൻറ്റു ഐ എ ഡിവൈഡഡ് ബൈ എൻ എന്നും ടോർക്ക് ഇക്വേഷന് എഴുതാം. ഓക്കെ, അപ്പം ഇതാണ് ടോർക്കിന്റെ ഡിഫറെന്റ് ഇക്വേഷൻസ്, റിപ്രസെന്റേഷൻ ഓഫ് ടോർക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഷാഫ്റ്റ്. ഷാഫ്റ്റ് പവർ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ പവർ അവൈലബിൾ ഇൻ ദ ഷാഫ്റ്റ്, അതിനെയാണ് ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാലോ, ടോർക്ക് ഡെവലപ്ഡ് ഇൻ ദി ഷാഫ്റ്റ്, അതിനെയാണ് ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോ ആർമേച്ചർ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ ആർമേച്ചർ ടോർക്ക് എന്ന് പറയുന്നു. പക്ഷേ അവിടെ തന്നെ അയൺ ലോസും ഫ്രിക്ഷണൽ ലോസസും സംഭവിക്കുന്നുണ്ട്. അത് കാരണം ആർമേച്ചർ ടോർക്ക് അതേപോലെ തന്നെ ഷാഫ്റ്റിൽ അവൈലബിൾ ആവുകയില്ല. അപ്പൊ ഷാഫ്റ്റ് ടോർക്ക് എപ്പോഴും ആർമേച്ചർ ടോർക്കിനെക്കാളും കുറഞ്ഞു തന്നെയായിരിക്കും നിൽക്കുന്നത്, ബിക്കോസ് ഓഫ് സർട്ടൺ ലോസസ് ഒക്കറിങ് ഇൻ ദി ആർമേച്ചർ. ഓക്കെ, അപ്പോ ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് നമുക്ക് അതേപോലെ തന്നെ ഷാഫ്റ്റിൽ അവൈലബിൾ ആവുകയില്ല. കുറച്ച് പാർട്ട് അല്ലെങ്കിൽ സം എമൗണ്ട് ഓഫ് ടോർക്ക് ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദി ഫോം ഓഫ് ലോസസ്. സോ അത് കാരണം എന്താണ്, അതേ ഷാഫ്റ്റിന്റെ ടോർക്ക് ആർമേച്ചർ ടോർക്കിനെക്കാളും എപ്പോഴും കുറഞ്ഞു തന്നെ ഇരിക്കും. ഇനി ലോസ് ആയ ടോർക്കിനെ പറയുന്ന പേരാണ് ലോസ്റ്റ് ടോർക്ക്. ഓക്കെ, ലോസ് ആയ ടോർക്കിനെ പറയുന്ന പേരാണ് ലോസ്റ്റ് ടോർക്ക്. അപ്പം ഷാഫ്റ്റ് ടോർക്ക് ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ എന്താണ്, ആർമേച്ചർ ടോർക്ക്.
ഇനി ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോർക്ക് വിച്ച് ഈസ് അവൈലബിൾ ഫോർ ഡൂയിങ് വർക്ക് ഈസ് നോൺ as ഷാഫ്റ്റ് ടോർക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടോർക്ക്. ഷാഫ്റ്റ് ടോർക്കിനെ നമുക്ക് TSH എന്നാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. TSH എന്ന് പറയുന്നത് പി ഔട്ട്, ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ 2πn/60 അല്ലെങ്കിൽ 9.55 into പി ഔട്ട് ഡിവൈഡ് ബൈ n എന്നും എടുക്കാം. ഇനി ആർമേച്ചർ ടോർക്ക് മൈനസ് ഷാഫ്റ്റ് ടോർക്ക്, ഇതിനെ എന്താണ് ലോസ് ഓഫ് ടോർക്ക് അല്ലെങ്കിൽ ലോസ്റ്റ് ടോർക്ക് എന്ന് പറയാം. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ, അതായത് ആർമേച്ചർ ടോർക്കിൽ നിന്ന് ഷാഫ്റ്റ് ടോർക്കിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര ടോർക്കാണ് ലോസ് ആയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ ടോർക്കിന് പറയുന്ന പേരാണ് ലോസ്റ്റ് ടോർക്ക്. ഓക്കെ, അപ്പം TA മൈനസ് TSH എന്ന് പറയുന്നത് T ലോസ്റ്റ് ടോർക്കാണ്. ടോർക്ക് വിച്ച് ഈസ് ലോസ്റ്റ്, അതിനെയാണ് ലോസ്റ്റ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ടോർക്ക് ലോസ് വരുന്നത്? അയൺ ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ടോർക്ക് ലോസ് സംഭവിക്കുന്നത്. ഇനി വിൻഡേജ് ലോസ് ഉണ്ടല്ലോ, അയൺ ലോസും ഫ്രിക്ഷൻ ലോസും ഒക്കെ അറിയാം. ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ലോസ്, അയൺ പാർട്സിൽ ഉണ്ടാകുന്നതാണ് അയൺ ലോസ്. അയൺ ലോസിനെ ഹിസ്റ്ററീസിസ് ലോസ്, എഡി കറന്റ് ലോസ് എന്ന് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വിൻഡേജ് ലോസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇതെല്ലാം കാരണം എഫിഷ്യൻസി, മെഷീന്റെ എഫിഷ്യൻസി ലോസസ് കാരണം മെഷീന്റെ എഫിഷ്യൻസി കുറയും. ഇനി വിൻഡേജ് ലോസ് എന്ന് പറഞ്ഞാല് റോട്ടറിനും അതിന്റെ ചുറ്റും വരുന്ന എയർ ഉണ്ടല്ലോ, റോട്ടറും അതിന് ചുറ്റും വരുന്ന എയറിന് അക്രോസ് ആയിട്ട് വരുന്ന എയർ ഫ്രിക്ഷനെയാണ് വിൻഡേജ് ലോസ്. എയർ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസ്, അതിനെയാണ് വിൻഡേജ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോസസ് കോസ്ഡ് ബൈ എയർ ഫ്രിക്ഷൻ ബിറ്റ്വീൻ റോട്ടർ ആൻഡ് സറൗണ്ടിങ് എയർ, അതിനെയാണ് വിൻഡേജ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോസസ് വിച്ച് ആർ കോസ്ഡ് ബൈ എയർ ഫ്രിക്ഷൻ ബിറ്റ്വീൻ റോട്ടറിനെ സറൗണ്ട് ചെയ്യുന്ന എയറും, അതിനെയാണ് വിൻഡേജ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫ്റ്റ് ടോർക്കിന്റെയും ആർമേച്ചർ ടോർക്കിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ലോസ്റ്റ് ടോർക്ക് എന്നാണ് പറയുന്നത്, ലോസ്റ്റ് ടോർക്ക്. നെക്സ്റ്റ് നമുക്ക് DC മോട്ടറിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കാം. സോ ഇതാണ് ജനറൽ ക്ലാസിഫിക്കേഷൻ. DC മോട്ടറിനെ ജനറൽ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ, സെൽഫ് എക്സൈറ്റഡ് DC മോട്ടർ, പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ എന്ന് പറഞ്ഞാൽ ഈ മോട്ടറിനെ എക്സൈറ്റ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് സോഴ്സ് വേണം. അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. ഈ മെഷീനെ എക്സൈറ്റ് ചെയ്യാൻ, ഫീൽഡ് വൈൻഡിങ്സ് എനർജൈസ് ചെയ്യാൻ നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സ് വേണം. അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മെഷീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൽഫ് എക്സൈറ്റഡ് മെഷീൻ. സെൽഫ് എക്സൈറ്റഡ് മെഷീൻ എന്ന് പറഞ്ഞാൽ മെഷീനിൽ തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സപ്ലൈ ഉപയോഗിച്ച് എനർജൈസേഷൻ നടക്കുന്നു, സെൽഫായിട്ട് തന്നെ എക്സൈറ്റേഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് സെൽഫ് എക്സൈറ്റഡ് മോട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെർമനന്റ് മാഗ്നറ്റ് മോട്ടോഴ്സ്. എപ്പോഴും മോട്ടർ എന്ന് പറയുന്നത് റോട്ടർ ഈസ് മേഡ് അപ്പ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്, അതുകൊണ്ടാണ് പെർമനന്റ് മാഗ്നറ്റ് മെഷീൻ എന്ന് പറയുന്നത്. ഇനി സെൽഫ് എക്സൈറ്റഡിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഷണ്ട്, സീരീസ് ആൻഡ് കോമ്പൗണ്ട്. ഓക്കെ, DC ഷണ്ട് മോട്ടർ, DC സീരീസ് മോട്ടർ ആൻഡ് DC കോമ്പൗണ്ട് മോട്ടർ. കോമ്പൗണ്ട് മോട്ടറിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. എഗെയിൻ നമുക്ക് ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിനെയും ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ലോങ് ഷണ്ട് ക്യുമുലേറ്റീവ്, ലോങ് ഷണ്ട് ഡിഫറൻഷ്യൽ, ഷോർട്ട് ഷണ്ട് ക്യുമുലേറ്റീവ്, ഷോർട്ട് ഷണ്ട് ഡിഫറൻഷ്യൽ. ഇതാണ് DC മോട്ടോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഓരോ ക്ലാസിഫിക്കേഷനും എങ്ങനെയൊക്കെയാണ്, ഓരോന്നിന്റെ വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ആദ്യം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ. നേരത്തെ തന്നെ പറഞ്ഞു, ഒരു സെപ്പറേറ്റ് DC സോഴ്സ് ഉപയോഗിച്ച് ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യുവാണെങ്കിൽ ആ മോട്ടോറിന് പറയുന്ന പേരാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ. സോ ഹിയർ ദ ഫീൽഡ് വൈൻഡിങ് ഇസ് എനർജൈസ്ഡ് ഫ്രം എ സെപ്പറേറ്റ് DC സോഴ്സ് ഓർ ആൻ എക്സ്റ്റേണൽ DC സോഴ്സ്. ഇവിടെ ആർമേച്ചർ കറണ്ട് ഒരിക്കലും ഫീൽഡ് വൈൻഡിങ് വഴി ഫ്ലോ ചെയ്യില്ല, കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് എക്സൈറ്റ് ചെയ്യാണ്. ഫീൽഡ് വൈൻഡിങ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഫീൽഡ് കറണ്ട് എന്ന് എടുക്കാം. ഫീൽഡ് കറണ്ട് യൂഷ്വലി നമ്മൾ റീപ്രസെന്റ് ചെയ്യുന്നത് IF എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ആർമേച്ചർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ആർമേച്ചർ കറണ്ട് എന്നാണ് എടുക്കുന്നത്. ആർമേച്ചർ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും IA. Okay, and total torque developed can be taken as equal to flux into armature current, can be taken as proportional to flux into armature current. So ഇവിടെ ഫീൽഡ് കറണ്ട് സെപ്പറേറ്റ് ആണ്, ആർമേച്ചർ കറണ്ടും ലൈൻ കറണ്ടും സെയിം ആണ്. ബിക്കോസ് ഇവിടെ നമുക്ക് ജസ്റ്റ്
ഒരു എന്താണ് ആർമേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പം കറണ്ട് എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടും ലൈൻ കറണ്ടും സെയിം ആയിരിക്കും. ആർമേച്ചർ കറണ്ടും ലൈൻ കറണ്ടും സെയിം ആയിരിക്കും. ബാക്ക് എം എഫ് ഡെവലപ്ഡിനെ എങ്ങനെ എഴുതാം? ബാക്ക് എം എഫ് എന്ന് പറയുമ്പോൾ എം എഫ് അക്രോസ് ദി ആർമേച്ചർ സപ്ലൈ വോൾട്ടേജ് മൈനസ് ഡ്രോപ്പ് അക്രോസ് ദി ആർമേച്ചർ. അതാണ് ഇ ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് ഐ എ ഇൻറ്റു ആർ എ. ആർമേച്ചർ കറണ്ടും ലൈൻ കറണ്ടും സെയിം ആയതുകൊണ്ട് ടോട്ടലി നമുക്ക് ഇതിന് ഒരു എന്താണ് ടോട്ടൽ കറണ്ട് ഐ എന്ന് പറഞ്ഞെടുക്കാം. സോ ഇ ബി ക്യാൻ ബി റിട്ടേൺ as ഈക്വൽ ടു ബി മൈനസ് ഐ ഇൻറ്റു ആർ എ. ഐ എ ഇൻറ്റു ആർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, കാരണം ഐ എ ഈക്വൽ ടു ഐ എൽ ഈക്വൽ ടു ഐ ആണ്. സോ ബി മൈനസ് ഐ ഇൻറ്റു ആർ എ എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ. അടുത്തത് ഷണ്ട് മോട്ടർ. അതിനു മുന്നേ സെക്കൻഡ് കാറ്റഗറി വരുന്നത് സെൽഫ് എക്സൈറ്റഡ് മോട്ടോഴ്സ് ആണ്. സെൽഫ് എക്സൈറ്റഡ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് തന്നെ വൈൻഡിങ്സിനെ എനർജൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സെൽഫ് എക്സൈറ്റഡ് മോട്ടർ എന്ന് പറയുന്നത്. സെൽഫ് എക്സൈറ്റഡ് മോട്ടോഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഷണ്ട് മോട്ടർ, സീരീസ് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ. മൂന്ന് മോട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ഷണ്ട് മോട്ടർ. ഷണ്ട് മോട്ടറിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഷണ്ട് എന്ന് പറയാൻ കാരണം ഫീൽഡ് വൈൻഡിങ് ഉണ്ടല്ലോ, ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിന് പാരലലി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത്. Field winding is connected in parallel with the armature, or it is shunted across the armature. So it is called as a DC shunt motor. Armature വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആർമേച്ചർ കറണ്ട് ഐ എ, ഇത് ലൈൻ കറണ്ട് ഐ എൽ. ഈ ഷണ്ട് ഫീൽഡ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് ഐ എസ് എച്ച്. ഫീൽഡ് കറണ്ടിന് പകരം ഷണ്ട് ആയതുകൊണ്ട് ഐ എഫ് എന്ന് എടുക്കണ്ട, ഐ എസ് എച്ച് എന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആർമേച്ചർ കറണ്ട് ആർമേച്ചറിലോട്ട്, ലൈൻ കറണ്ടും ഈ ഒരു ജംഗ്ഷനിലോട്ട്, ഷണ്ട് ഫീൽഡ് കറണ്ട് ജംഗ്ഷനിൽ നിന്ന് അവയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോ കിർച്ചോഫ്സ് കറണ്ട് ലോ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ എൽ ഈസ് ഫ്ലോയിങ് ടുവേർഡ്സ് ദ ജംഗ്ഷൻ, ഐ എയും ഐ എസ് എച്ചും അവേ ആണ്. അപ്പം ഐ എൽ ആണ് ഇവിടെ. ഐ എൽ ക്യാൻ ബി റിട്ടേൺ as ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ഐ എ പ്ലസ് ഐ എസ് എച്ച്. So when you apply Kirchhoff's current law at this junction, ഈ ജംഗ്ഷനിൽ Kirchhoff's current law apply ചെയ്യുമ്പോൾ current moving towards the junction is equal to sum of currents flowing away from the junction. Algebraic sum of current meeting at a point equal to 0 എന്നാണ് KCL പറയുന്നത്. അല്ലെങ്കിൽ entering current equal to leaving current എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. അപ്പൊ IL is flowing towards the junction, ബാക്കി രണ്ടെണ്ണം away from the junction. So IL can be written as equal to IA plus ISH. ഇനി V എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് ആണ്. സോ വിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ എസ് എച്ച്. അതായത് വി എന്ന് പറയുമ്പോൾ ഇതിപ്പം പാരലലിയാ വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. വി ക്യാൻ ബി റിട്ടേൺ as ഈക്വൽ ടു ഐ എസ് എച്ച് ഇൻറ്റു ആർ എസ് എച്ച്. ആൻഡ് ജനറൽ ഇക്വേഷൻ, ജനറൽ വോൾട്ടേജ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ഇൻറ്റു ഡ്രോപ്പ് അക്രോസ് ദി ആർമേച്ചർ. ഓക്കെ, അപ്പൊ ബിയും ഐ എസ് എച്ചും ആർ എസ് എച്ചും സെയിം ആണല്ലോ. സോ ഇത് പാരലൽ ആയതുകൊണ്ട് അപ്ലൈഡ് വോൾട്ടേജിനെ എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ഇൻറ്റു ആർ എ. അപ്പൊ ഈ ഫോർമുല ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഈ ഫോർമുല ഓർമ്മിച്ച് വെക്കാം. ഷണ്ട് മോട്ടർ എന്ന് പറയാൻ കാരണം എന്താ? ആർമേച്ചറിന് പാരലൽ ആയിട്ട് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്സ് വരുന്നത് കൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഡി സി ഷണ്ട് മോട്ടർ. ഓക്കെ, ആർമേച്ചർ വൈൻഡിങ് അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ. ആർമേച്ചറും ഫീൽഡും പാരലൽ ആയതുകൊണ്ടാണ് ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത്. ഇനി ഷണ്ട് മോട്ടറിന് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഷണ്ട് മോട്ടർ അല്ല, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. ഷണ്ട് മോട്ടറിന് ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ആർമേച്ചർ അല്ലേ. അപ്പൊ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും കേട്ടോ. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. അത് മാത്രമല്ല, തിൻ വയർ കൊണ്ടായിരിക്കും ഷണ്ട് വൈൻഡിങ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഇറ്റ് ഈസ് made with thin wire, അല്ലെങ്കിൽ and it is a thin wire. Shunt field winding is a thin wire with more number of turns. അപ്പൊ വയറിന്റെ നേച്ചർ തിന്നാണ്, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കൂടുതലാണ്. എന്തുകൊണ്ടാ ഷണ്ട് വൈൻഡിങ്ങിന് കൂടുതൽ ടേൺസ് അല്ലെങ്കിൽ മോർ ടേൺസ് വിത്ത് തിൻ വയർ ഷണ്ട് വൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാല്
ഫീൽഡ് വൈൻഡിങ് വഴിയുള്ള കറണ്ടിനെ സപ്ലൈ വോൾട്ടേജ് കൂടുതലായിരിക്കുന്ന സമയത്തും അതിന് ലിമിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ തിൻ വയർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും തിൻ വയറിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അത് കാരണമാണ് തിൻ വയർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെ നേച്ചർ എന്താ? ഇറ്റ് ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിൻ വയർ. അതും ചോദിക്കാം, മോർ നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിൻ വയർ. വൈ തിൻ വയർ ഈസ് യൂസ്ഡ്? കാരണം it has to limit the current through the field winding even when supply voltage is high. Supply voltage കൂടുതലായിരിക്കുന്ന സമയത്തും ഫീൽഡ് വൈൻഡിങ് വഴിയുള്ള കറണ്ടിനെ അത് ലിമിറ്റ് ചെയ്യണം. അപ്പൊ തിൻ വയർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ അതിന് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഷണ്ട്. നെക്സ്റ്റ് വരുന്നത് സീരീസ് മോട്ടർ. സീരീസ് മോട്ടർ എന്ന് പറയാൻ കാരണം എന്താ? ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ. ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് ഫീൽഡ് വൈൻഡിങ് വരുന്നത്. സോ അതിന് സീരീസ് മോട്ടർ എന്ന് പറയും. അപ്പൊ സീരീസ് മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും, ജനറേറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പൊ ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഇതാ കാണിച്ചിട്ടുണ്ട്. സീരീസ് ഫീൽഡ് വൈൻഡിങ് ISC, സീരീസ് ഫീൽഡ് വൈൻഡിങ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ISC, അതിന്റെ റെസിസ്റ്റൻസിനെ RC, ആർമേച്ചർ കറണ്ട് IA, ലൈൻ കറണ്ട് IL, ആർമേച്ചർ റെസിസ്റ്റൻസ് RA, ബാക്ക് EMF EB, സപ്ലൈ വോൾട്ടേജ് V. ഇവിടെ നോക്കിക്കേ, കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കറണ്ട് ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ഇതൊരു ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ISCയും IA സെയിം ആണ്, സെയിം ബ്രാഞ്ച് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. അപ്പൊ ISC ഈക്വൽ ടു IA എന്ന് ആദ്യം തന്നെ നമുക്ക് എഴുതാം. ഇനി ഇതൊരു നോഡ്, കറണ്ട് ഈസ് ഫ്ലോയിങ് അവേ ഫ്രം ദ ജംഗ്ഷൻ. ഇവിടെ ആണെങ്കിൽ കറണ്ട് ഈസ് ഫ്ലോയിങ് ടുവേർഡ്സ് ദ ജംഗ്ഷൻ. അപ്പൊ KCL അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? IL ഈക്വൽ ടു ISC എന്ന് എഴുതാം. പക്ഷെ ഓൾറെഡി പറഞ്ഞു ISC ഈക്വൽ ടു IA എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മൊത്തത്തിലെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? IL equal to ISC equal to IA is equal to a constant current I എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ആൻഡ് വോൾട്ടേജ് ഇക്വേഷൻ നമ്മളെ നോർമൽ ഇക്വേഷൻ എന്താ? V is equal to EB plus IARA. പക്ഷെ ഇവിടെ ആർമേച്ചറിന്റെ ഡ്രോപ്പ് ആണ് IARA എന്ന് പറയുന്നത്. ഇവിടെ ആർമേച്ചർ ഡ്രോപ്പിനോടൊപ്പം ഈ ഫീൽഡ് വൈൻഡിങ്ങിലും ഡ്രോപ്പ് സംഭവിക്കും. സോ ഈ ഇക്വേഷൻ എഴുതുന്നതിന് മുന്നത്തെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. V is equal to EB plus ഡ്രോപ്പ് അക്രോസ് ദി ആർമേച്ചർ നമുക്ക് എങ്ങനെ എഴുതാം? IA into RA, IA into RA plus ഡ്രോപ്പ് അക്രോസ് ദ സീരീസ് ഫീൽഡ് വൈൻഡിങ് എന്തെന്ന് എഴുതാം? ISE into RSE, ISE into RSE. പക്ഷേ IL equal to ISE is equal to IA equal to I ആണ്. അപ്പം IAയും ISEനെയും കോമൺ ആയിട്ട് I എന്ന് എടുത്തൂടെ? സോ ഹൗ വിൽ യു റൈറ്റ് ദ ഇക്വേഷൻ? ദിസ് ഈസ് ഈക്വൽ ടു EB plus I into RA, because IAയും ISEയും ഈക്വൽ ടു I ആണ്. അപ്പം I into RA plus I into RSE, I into RA plus I into RSE. IUം കോമൺ അല്ലേ, അങ്ങനെ I പുറത്തെടുത്തു. അപ്പൊ V is equal to EB plus I into RA plus RSE എന്ന് കിട്ടും. ഇനി സീരീസ് മോട്ടറിന്റെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ടല്ലോ. സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന്റെ നേച്ചർ എങ്ങനെയാന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. അത് മാത്രമല്ല തിക് വയർ കൊണ്ടായിരിക്കും വൈൻഡിങ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഈസ് മേഡ് അപ്പ് ഓഫ് ലെസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിക് വയർ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടേൺസ് കുറവാണ്. ടേൺസ് വിൽ ബി ലെസ് നമ്പർ ഓഫ് ടേൺസ് വിൽ ബി ലെസ് ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എന്താണ്? തിക് വയർ ഈസ് തിക്. എന്തുകൊണ്ടായിരിക്കും തിക് വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, തിക് വയർ യൂസ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കുറച്ച് തിക് വയർ യൂസ് ചെയ്യുന്നത്, തിക് വയറിന് ഫുൾ ലോഡ് കറണ്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം ഈ സീരീസ് വൈൻഡിങ് വഴിയാണ് ഹോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ തിക് വയർ യൂസ് ചെയ്യുവാണെങ്കിൽ എന്താണ്? തിക് വയർ ഈസ് കേപ്പബിൾ ഓഫ് ക്യാരി ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദി മോട്ടർ. ആൻഡ് ഓൾസോ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. വൈൻഡിങ്സിന്റെ റെസിസ്റ്റൻസ് വിൽ ബി. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫീച്ചറും ചിലപ്പം ചോദിക്കാം. സീരീസ് മോട്ടറിന് നമ്പർ ഓഫ് ടേൺസ്, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, തിൻ വയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേസമയം ഷണ്ട് മോട്ടറിന് നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും ആൻഡ് ദ വൈൻഡിങ് ഈസ് മേഡ് അപ്പ് ഓഫ് എ തിക് വയർ.
ഇപ്പൊ രണ്ടിന്റെ റീസൺ പറഞ്ഞു. എന്തുകൊണ്ടാണ് തിക്ക് വയറും നമ്പർ ഓഫ് ടേൺസ് കുറവും യൂസ് ചെയ്യുന്നു, മറ്റടുത്ത തിൻ വയറും നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളതുമാണ് ഷണ്ട് മോട്ടറിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്താ? കോമ്പൗണ്ട് മോട്ടർ. കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ DC മോട്ടർ ഹാവിംഗ് ബോത്ത് ഷണ്ട് ഫീൽഡ് ആൻഡ് സീരീസ് ഫീൽഡ് വൈൻഡിങ്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ, 2 or 3 സംഭവം ചേരുന്നതിനെയാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സീരീസ് മോട്ടറും ഷണ്ട് മോട്ടറും കമ്പൈൻ ചെയ്ത് വരുന്നതാണ് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുന്നത്. ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. അപ്പൊ 2 വൈൻഡിങ്ങും ഉണ്ടെങ്കിൽ ആ മോട്ടറിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് മോട്ടർ. Series field winding will be connected in series with the armature. Shunt field winding will be connected in parallel with the armature. ഓക്കെ, ഇനി കോമ്പൗണ്ട് മോട്ടറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ എന്നും ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ എന്നും ക്ലാസിഫൈ ചെയ്യാം. ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയാൻ കാരണം ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടല്ലോ, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് സീരീസ് വൈൻഡിങ്ങിനും ആർമേച്ചർ രണ്ടിനും പാരലലി കണക്ട് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലോങ് ഷണ്ട്. ഓക്കെ, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് സീരീസ് ഫീൽഡിനും ആർമേച്ചറിനും പാരലലി ആണ് വരുന്നെങ്കിൽ, ഇപ്പൊ നോക്കിക്കേ, ഇത് രണ്ടും സീരീസ് ആയിട്ട് വരുന്നു. സീരീസ് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറും സീരീസ് ആയിട്ട് വരുന്നു. ആ കോമ്പിനേഷന് പാരലലിയാണ്, മൊത്തത്തിൽ പാരലൽ ആയിട്ടാണ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെ പേരെന്താ? ലോങ് ഷണ്ട്. Okay, if the shunt field winding is connected in parallel with series field winding and armature. The shunt field winding is connected in parallel with series field winding and armature. You call that motor as long shunt compound motor. And ഇവിടെ നോക്കിക്കേ, സീരീസ് വൈൻഡിങ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IS, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ISH, ആൻഡ് ലൈൻ കറണ്ട് IL. RSH ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ്, RSC സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ്, ആർമേച്ചർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IA, ആർമേച്ചർ റെസിസ്റ്റൻസ് RA. ഈ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാണ് IAയും ISCയും ഈക്വൽ ആണ്, കാരണം ഒരേ ബ്രാഞ്ചിലാണ് വരുന്നത്. സോ നേരത്തെ തന്നെ നമുക്ക് എഴുതാം IA ഈക്വൽ ടു ISC. ഇനി കിർച്ചോസ് ലോ അപ്ലൈ ചെയ്ത് നോക്കിക്കേ, ഇത് ജംഗ്ഷൻ, IL ഈസ് ഫ്ലോയിങ് ടുവേർഡ്സ്, ISH ഈസ് ഫ്ലോയിങ് അവേ. Okay, IL is flowing towards, ISH is flowing away, ISE equal to IA, അതും away ആണ്. ഓക്കെ, അപ്പം ISHും ISCയും away, IL towards. അപ്പൊ നമുക്ക് ജനറലി ILന്റെ ഇക്വേഷൻ എഴുതാം. IL is equal to ISE equal to IA ആയതുകൊണ്ട് IA plus ISH, ഇതാണ് ലൈൻ കറണ്ട് ഇക്വേഷൻ. IL is equal to IA plus ISH. ഓക്കെ, അടുത്തിനി നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാം. ബി എങ്ങനെ എഴുതാം? നേരത്തെ ഷണ്ടിന് നമ്മൾ എഴുതിയല്ലോ, ഷണ്ടിന് എഴുതിയ അതേ ഇക്വേഷൻ ആണ് ഇവിടെയും നമ്മൾ എഴുതുന്നത്. ഷണ്ടല്ല, സീരീസിന് എഴുതിയ അതേ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെയും എഴുതുന്നത്. അപ്പൊ ഷണ്ടിനാണെങ്കിൽ ഒരു പാരലൽ മാത്രമേ ഉള്ളൂ, ഇപ്പൊ VB പ്ലസ് IRA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും കൂടെ വരുന്നത് കൊണ്ട് അതിന്റെ ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്യണം. ബി എങ്ങനെ എഴുതാം? V is equal to EB plus IARA, drop across the armature plus drop across the series field winding. അപ്പം V is equal to EB plus IARA plus ISC RSC. ഇവിടെ ISCയും IAയും സെയിം ആണ്, ISCയും IAയും സെയിം ആണ്. അപ്പൊ ഇതും സെയിം ആണ്. അപ്പം ഇത് രണ്ടും IA എന്ന് തന്നെ ഇടുവാണെങ്കിൽ IA കോമൺ ആയിട്ട് പുറത്തെടുത്ത് നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. V is equal to EB plus IA into RA plus RSC. ഓക്കെ, അടുത്തത് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മൗണ്ട് DC മോട്ടോർ. ലോങ് ഷണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സീരീസ് ഫീൽഡിനും ആർമേച്ചർ രണ്ടിനും പാരലലി വന്നാൽ ലോങ് ഷണ്ട്. ഓക്കെ, രണ്ടിനും പാരലലി വന്നാൽ ലോങ് ഷണ്ട്. ഇനി ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് നമ്മൾ ഇവിടെയാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്, അതിന് പകരം ഇതാ ഇവിടെയാണ് കണക്ഷൻ വരുന്നതെന്ന് വെച്ചോളൂ. ഇതാ ആർമേച്ചറിന് മാത്രം പാരലലി ഷണ്ട് വരികയാണെങ്കിൽ, ആർമേച്ചറിന് മാത്രം പാരലലി ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഷോർട്ട് ഷണ്ട്. ആർമേച്ചറിന് മാത്രം പാരലൽ ആയിട്ടാണ് ഈ ഷണ്ട് ഫീൽഡ് വരുന്നത്.
Okay, shunt field winding is connected in parallel with the armature alone. If the shunt field winding is connected in parallel with the armature alone, you call that motor as short shunt compound motor. Okay, shunt field winding is parallel only to the armature. ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിന് പാരലൽ വരില്ല, ആർമേച്ചറിന് മാത്രമേ പാരലൽ ആയിട്ട് വരുള്ളൂ. അപ്പം IL ലൈൻ കറണ്ട്, ഇതിനെ നമുക്ക് ISE എന്ന് എടുക്കാം. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ISE എന്ന് എടുക്കാം. ISE, ഇത് RSE, then IA ആർമേച്ചർ കറണ്ട്, ISH ഷണ്ട് ഫീൽഡ് കറണ്ട്, RSH ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ നമുക്ക് കറണ്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ജംഗ്ഷൻ വരുന്നത് ഇതാണ് ജംഗ്ഷൻ കേട്ടോ, ഇതാണ് ജംഗ്ഷൻ. ISE is flowing towards the junction, IA is flowing away and ISH is also flowing away. അതിനു മുന്നേ വേറൊരു ഇക്വേഷൻ എഴുതാം. IL ഉം ISE യും സെയിം ആണ്. IL equal to ISE. ആദ്യം അത് എഴുതുക. Then ISE is flowing towards, IA is flowing away, ISH is also flowing away. So equation എങ്ങനെ എഴുതാം? IL equal to ISE equal to IA plus ISH. Okay, and voltage equation നേരത്തെ നമ്മൾ എഴുതിയ അതേ വോൾട്ടേജ് ഇക്വേഷൻ ആണ്. V is equal to EB, okay, back EM of EB plus IRA, drop across the armature, plus ISE RSE. കാരണം ISH RSH ഉം ഇവിടെ ഡ്രോപ്പ് അക്രോസ് ദി ആർമേച്ചർ രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ അത് കാരണം EB ഈക്വൽ ടു IRA പ്ലസ് ISE RSE. ഇവിടെ IAയുടെ വാല്യൂ ഡിഫറെന്റ് ആണ്, ISEയുടെ വാല്യൂ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. മറ്റിടത്ത് എങ്ങനെയാ? ലോങ് ഷണ്ട് വന്നപ്പോ എങ്ങനെയാ? IA ഈക്വൽ ടു ISE ആണ്. അപ്പൊ നമ്മൾ അതിനെ കോമൺ ആയിട്ട് എഴുതി. പക്ഷെ ഇവിടെ IAയും ISEയും വ്യത്യാസമാണ്. കാരണം ISE ഈക്വൽ ടു IA പ്ലസ് ISH. ഓക്കെ, അപ്പം ഇതാണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറിന്റെ വോൾട്ടേജ് ഇക്വേഷൻ. ഓക്കെ, അടുത്തത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും എന്താണെന്ന് നോക്കാം. അപ്പൊ ലോങ് ഷണ്ട് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ഉണ്ട്, ലോങ് ഷണ്ട് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ഉണ്ട്. അതുപോലെ ഷോർട്ട് ഷണ്ട് ക്യുമുലേറ്റീവ് കോമ്പൗണ്ടും ഷോർട്ട് ഷണ്ട് ഡിഫറൻഷ്യൽ കോമ്പൗണ്ടും എന്നും പറയും. ഓക്കെ, ഇനി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. ഇപ്പം 5SH എന്ന് പറയുന്നത് സീരീസ് ഫീൽഡ് ഫ്ലക്സും 5SE എന്ന് പറയുന്ന 5SH എന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡ് ഫ്ലക്സും 5SE എന്ന് പറയുന്നത് സീരീസ് ഫീൽഡ് ഫ്ലക്സും ആണ്. 5R എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫ്ലക്സ്. റിസൾട്ടന്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫ്ലക്സിന്റെയും, ഷണ്ട് ഫീൽഡ് ഫ്ലക്സിന്റെയും സീരീസ് ഫീൽഡ് ഫ്ലക്സിന്റെയും സമ്മായിട്ട് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സമ്മായിട്ട് വരികയാണെങ്കിൽ അതിനെ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ചെയ്ത് വരുന്നത്, അതിനെ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറിൽ ഷണ്ട് ഫീൽഡ് ഫ്ലക്സും സീരീസ് ഫീൽഡ് ഫ്ലക്സും ആഡ് ചെയ്താ വരുന്നത്. അഡിറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ എയ്ഡ് ചെയ്തു പോകും. AID, എയ്ഡ് ചെയ്തു പോകും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തു പോകും. ഇഫ് ദ സീരീസ് ഫീൽഡ് ഫ്ലക്സ് എയ്ഡ്സ് ദ ഷണ്ട് ഫീൽഡ് ഫ്ലക്സ്, അല്ലെങ്കിൽ ഹെൽപ്സ് ദി ഷണ്ട് ഫീൽഡ് ഫ്ലക്സ്, യു കോൾ ദാറ്റ് മോട്ടർ ആസ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ. ഇപ്പൊ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറിന്റെ ടോട്ടൽ ഫ്ലക്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫ്ലക്സ് എങ്ങനെ എഴുതാം? 5SH പ്ലസ് 5SE. അപ്പൊ ഫ്ലക്സ് പ്രൊഡ്യൂസ് ബൈ ബോത്ത് ദ വൈൻഡിങ്സ് ഈസ് ഇൻ സെയിം ഡയറക്ഷൻ. രണ്ട് ഫ്ലക്സും ഒന്നിനൊന്ന് ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ എയ്ഡ് ചെയ്ത് പോകും. എന്തുകൊണ്ടാണ്? രണ്ടും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ ആ ഒരു മോട്ടറിനെയാണ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് വരും. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ തിരിച്ച് സബ്ട്രാക്ട് ചെയ്ത് വരും. ഇഫ് ദി സീരീസ് ഫീൽഡ് ഫ്ലക്സ് opposes the shunt field flux, you call that as a differential compound motor. അപ്പൊ ഫ്ലക്സ് പ്രൊഡ്യൂസ് ബൈ ദ സീരീസ് ഫീൽഡ് വൈൻഡിങ് എപ്പോഴും എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? ഷണ്ട് ഫീൽഡ് ഫ്ലക്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ മോട്ടറിന് പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ. അപ്പൊ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിന് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 5SH മൈനസ് 5SE, അല്ലെങ്കിൽ നമുക്ക് 5SH ഡിഫറൻസ് 5SE എന്ന് പറഞ്ഞെടുക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഷണ്ട് ഫീൽഡ് ഫ്ലക്സ് ആൻഡ് സീരീസ് ഫീൽഡ് ഫ്ലക്സ്. ഇവിടെ ഷണ്ട് ഫീൽഡ് ഫ്ലക്സും സീരീസ് ഫീൽഡ് ഫ്ലക്സും both are in the same direction. ഇവിടെ both are in the opposite direction. ഇവിടെ both help each other. ഇവിടെ both are opposing each other. Shunt field flux opposes the series field flux. ഓക്കെ, അപ്പം ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റഡ് ബൈ മീൻസ് ഓഫ് എ സെപ്പറേറ്റ് ഡി സി സോഴ്സ്. സെൽഫ് എക്സൈറ്റഡ്, അതിന് തന്നെ എക്സൈറ്റേഷൻ കൊടുക്കാൻ പറ്റും. 3 ടൈപ്പ്. ഷണ്ട് സീരീസ് കോമ്പൗണ്ട്. ഷണ്ട് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിന് പാരലൽ, ഇവിടെ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിന് സീരീസ്. നെക്സ്റ്റ് വരുന്നത് കോമ്പൗണ്ട്. സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഷണ്ട് ഫീൽഡ് വൈൻഡിങ് രണ്ടും ഉണ്ടെങ്കിൽ ആർമേച്ചറിന് പാരലലിയും ഒരു വൈൻഡിങ് ഉണ്ട്, സീരീസ് ആയിട്ട് ഒരു വൈൻഡിങ് ഉണ്ട്. അപ്പൊ അതിനെയാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ലോങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ബോത്ത് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് വൈൻഡിങ്, അതിന് പറയുന്നത് ലോങ് ഷണ്ട്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിന് മാത്രം പാരലൽ വരുന്നതിനെയാണ് ഷോർട്ട് ഷണ്ട് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഷണ്ട് ഫീൽഡ് ഫ്ലക്സും സീരീസ് ഫീൽഡ് ഫ്ലക്സും സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഇനി വരുന്നത് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സും സ്പീഡ് കൺട്രോളും മെഷീന്റെ ആപ്ലിക്കേഷൻസും അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ മാത്രം എക്സ്ക്ലൂസീവ് ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1499 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.